വെരി വെരി ഗുഡ് മോർണിംഗ് കേരളം. കേരളമേ, ഒരു മണിക്കൂർ മുൻപേ എഴുന്നേൽക്കിൻ, നടക്കിൻ, ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കിൻ, നല്ല ഭക്ഷണം കഴിക്കിൻ, വെള്ളം കുടിക്കിൻ എന്ന മുദ്രാവാക്യവുമായി 24 വാർത്താ ചാനൽ അവതരിപ്പിക്കുന്ന എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്വം എന്ന പരിപാടിയുടെ ഭാഗമായ മോർണിംഗ് വാക്കിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്വാഗതം. അപ്പം രാവിലെ ടി വി വെച്ച് തുടങ്ങി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഉറപ്പാട് പറഞ്ഞിട്ടുണ്ടാവില്ലേ അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഐശ്വര്യപൂർണ്ണമായ, സമ്പൽ സമൃദ്ധമായ, സമാധാനപൂർണ്ണമായ ഒരു ഗംഭീര ദിവസം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ APJ അബ്ദുൽ കലാം മാർഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം വാക്ക് വേ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്താണ്. ഒരുപാട് പേരോട് നടക്കാൻ വരുന്ന സ്ഥലമാണ്. ഈ നേരത്തെ കൃഷ്ണ പറഞ്ഞ പോലെ അല്ലെ, നല്ല നല്ല സ്വഭാവമായി രാവിലെ തന്നെ കിടന്നുറങ്ങാതെ, പുതച്ചു മൂടി കിടന്നുറങ്ങാതെ ഇതെന്താ പറയുക, നമുക്ക് APJ അബ്ദുൽ കലാം രണ്ടു വാക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യനാണ്. ഇന്ത്യക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അത്ഭുത മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊക്കെയാണ് ഇന്ന് സംഭവിക്കാനിടയുള്ള വാർത്തകളുടെ തലക്കെട്ടുകൾ. ഇന്ന് വളരെ വാർത്താഭരിതമായ ഒരു ദിവസമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞു മറൈൻ ഡ്രൈവിലുള്ള APJ അബ്ദുൽ കലാം വാക്വേയിലാണ്. അത് ഒരു സൈഡിൽ അങ്ങോട്ടേക്ക് നോക്കിയാൽ കൊച്ചിക്കായലിന്റെ ഭംഗി അല്ലെ, കൊച്ചിക്കായലിന്റെ മനോഹാരിത, ചെറിയ ബോട്ടുകൾ തന്നെയല്ലേ, അതെ ബോട്ടുകൾ, മനോഹരമായ ദീപാലങ്കാരങ്ങൾ, നമ്മുടെ ഈ ചെറിയ ചെറിയ തുരുത്തുകൾ, ഇതൊക്കെ കൊണ്ട് അതിമനോഹരിയായ കൊച്ചി. ഒരു ചെറിയ ബോട്ട് വേഗതയിൽ എങ്ങോട്ടോ പോകുന്നു. അപ്പുറത്ത് ഹോട്ടലുകളുണ്ട്, അപ്പുറത്ത് ടെർമിനലുകളുണ്ട്. ഗ്രാൻഡ് ഹയാത്ത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഇവിടെ കൊച്ചിയുടെ കൊച്ചി കായലിന്റെ ഭംഗി ആസ്വദിച്ച് രാവിലെ നടക്കാനെത്തുന്നവരുടെ എണ്ണം കുറേയധികം കൂടുതലാണ് ഇവിടെ. അപ്പോൾ അല്പസമയത്തിനകം കൂടുതൽ പേര് ഇങ്ങോട്ടേക്ക് എത്തും. കൂടുതൽ പേർ നടക്കാനെത്തുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു വാർത്തയിലേക്ക് പോകുന്നത്, നമുക്ക് പാലക്കാടേക്കാണ് പോകേണ്ടത്. പാലക്കാട് നാളെ ബൂത്തിലേക്ക്. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ-സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. അപ്പോൾ പാലക്കാട് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഒരു പ്രചാരണ കാലത്തിന് സാക്ഷ്യം വഹിച്ചു. പ്രേക്ഷകർ ഇന്നലെ കണ്ടു, ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. കൊട്ടിക്കലാശം അങ്ങനെ ആവേശം അതിന്റെ പരകോടിയിലേക്ക് കൊട്ടിക്കയറി സമാപിക്കുന്ന കാഴ്ച കണ്ടു. വർണ്ണാഭമായ കൊട്ടിക്കലാശം ഓരോ മുന്നണികളുടെയും ശക്തി പ്രകടനമായി പരിണമിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോ നിശബ്ദമാണ്. ഇന്ന് കാര്യങ്ങൾ നിശബ്ദമായി, സൈലന്റ് ആണ്. നിശബ്ദമായി ഇന്ന് പുരോഗമിക്കും. ശ്രീകുമാരനുണ്ട്. ശ്രീത്തിനോട് ചോദിച്ചു നോക്കുക, ആ ട്വിസ്റ്റ് കഴിഞ്ഞ് എന്താ ഇന്ന് സംഭവിക്കാൻ? ട്വിസ്റ്റ് അങ്ങനെ പറയണ്ടേ? അപ്പൊ ശ്രീത്ത്, ഗുഡ് മോർണിംഗ് ശ്രീത്ത്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ട്വിസ്റ്റ് അത് തർക്കമൊന്നുമില്ല. നമ്മുടെയൊക്കെ ശബ്ദമൊക്കെ ഏതാണ്ട് ഇന്നലെ നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത വലിയ ആവേശ കലാശം നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് അതിന്റെ വാക്കിൽ എന്താണ് ഇന്ന്? അത് തന്നെയാണ് ഹാഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞു വരികയായിരുന്നു. നമ്മുടെയൊക്കെ ശബ്ദം പോയി. കാരണം അങ്ങനെ നമുക്ക് ആ ബഹളത്തിന്റെ ഇടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെയൊക്കെ ശബ്ദം പരമാവധി ഉച്ചത്തിൽ പറഞ്ഞ് നമ്മുടെയൊക്കെ ശബ്ദം പോയി. പക്ഷേ ഇന്ന് രാവിലെ കുറേശ്ശെയൊക്കെ വീണ്ടെടുത്തിട്ടുണ്ട്. നിശബ്ദ പ്രചരണമാണ്, പക്ഷേ നമുക്ക് ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല. നമുക്ക് മൈക്കിന് മുൻപിൽ പറഞ്ഞേ പറ്റൂ. സ്ഥാനാർത്ഥികൾ എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്ന തിരക്കിലാണ്. മുന്നണിയുടെ പ്രവർത്തകരാകട്ടെ, അവർ അവസാനവട്ട സ്ലിപ്പ് കൊടുക്കലും അതുപോലെ തന്നെ ആളുകളുടെ വോട്ടുറപ്പിക്കലും ഒക്കെയായുള്ള പ്രവർത്തനങ്ങളാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പാത്തിയിലാണ്. ഇവിടെയും അല്പസമയം മുൻപ് വന്ന സമയത്ത് കുറച്ച് പ്രവർത്തകർ, വിവിധ മുന്നണികളുടെ പ്രവർത്തകർ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ അവരുടെ ഇലക്ഷൻ സാമഗ്രികളൊക്കെ എടുത്ത് നടക്കുന്നത് നമ്മൾ കണ്ടു. കാരണം രാവിലെ നേരം പുലരുന്നതേ ഉള്ളൂ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴേക്കും തന്നെ ചില ആളുകൾ ഈ മോർണിംഗ് ഈ രാവിലത്തെ നടത്തക്കാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഇടത് സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും ഒക്കെ വരും. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ഈ ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. വിക്ടോറിയ കോളേജിലാണ് അതുള്ളത്. അവിടെ തന്നെയാണ് സ്ട്രോങ് റൂമും സജ്ജീകരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തോതിലൊരു ആവേശം, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ നോക്കിയാൽ കാണാത്ത തരത്തിലാണ് മുന്നണികളുടെ ആളുകളൊക്കെ തന്നെ വന്നിരുന്നത്. അത് ഒരുപക്ഷെ മണ്ഡലത്തിനകത്തുള്ള ആളുകൾ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. UDF പ്രവർത്തകരോടും മറ്റൊക്കെ സംസാരിച്ച് നോക്കുന്ന സമയത്ത് അവർ ആലപ്പുഴയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, മലപ്പുറത്ത് നിന്ന് വന്ന ആളുകളുണ്ട്. അപ്പോൾ പല മേഖലയിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. LDF പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ ചില ജില്ലകളിൽ നിന്ന് ആളുകളുണ്ട്. പക്ഷേ നഗരം കേന്ദ്രീകരിച്ച്, ജില്ല കേന്ദ്രീകരിച്ചൊക്കെ അവരുടെ ആളുകളും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരറ്റം മുതൽ ഒരറ്റം വരെ, ഞാൻ LDFിൻ്റെ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നു. ഒരറ്റം മുതൽ അറ്റം വരെ അവരുണ്ടായിരുന്നു. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് പ്രകടനം തുടങ്ങി അത് ചെമ്പൈ സംഗീത കോളേജ് കഴിയുമ്പോൾ പോലും ആളുകളുടെ എണ്ണം നിലയ്ക്കുന്നില്ല. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ജാഥ അവിടെ നിൽക്കുകയാണ്. സുൽത്താൻപേട്ടയിൽ എത്തിയ സമയത്ത് ജാഥ നിൽക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് അപ്പുറത്താണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. BJP സമാനമായ രീതിയിൽ ആൾക്കൂട്ടത്തെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കണ്ട് ആളുകൾ വോട്ട് ചെയ്യണം, അതിനുവേണ്ടിയുള്ള തിരക്കാണ്. ഇന്നും ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് കാത്തിരിക്കുന്നത്. എന്തായാലും നമ്മളിവിടെ തുടരുന്നുണ്ട്. എന്ത് ട്വിസ്റ്റ് ഉണ്ടെങ്കിലും നമുക്കത് അതിമനോഹരമായി തന്നെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാം. രാഷ്ട്രീയമാണല്ലോ, അതിനപ്പുറത്തേക്ക് ജനമനസ്സിലേക്ക് ആരാണ് കയറിക്കൂടിയതെന്ന് അറിയണം. അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് 20-നാണ് നടക്കുക, അതായത് നാളെയാണ് നടക്കുക. എന്തായാലും ആ ഒരു ആവേശത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. അല്പസമയത്തിനകം നമുക്ക് സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകും. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി ശ്രീജിത്ത്, എന്തായാലും ശ്രീജിത്ത് ഒരു ട്വിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആകാൻ പോവാണോ എന്നൊരു സംശയമുണ്ട്. അതെ, നമുക്ക് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ നിന്നെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ച. ഒന്ന് നോക്കിയാൽ ആ വെള്ളത്തിൽ കാണുന്ന നിഴലുകൾ, പല നിറത്തിലുള്ള ലൈറ്റുകളുടെ ദീപാലങ്കാരങ്ങളുടെ നിഴലുകൾ, ഈ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ അവിടെ ഇവിടെയും കാണുന്ന പച്ചത്തുരുത്തുകൾ. അതെ അതെ അതെ, ഇവിടെ കിളികളുടെ കളകളാരം അതുണ്ടോ? അതില്ല. ഉണ്ട്, കേൾക്കാൻ പറ്റുന്നില്ലേ? ശ്രദ്ധിച്ച് കേൾക്കൂ. ഇവിടെ മുഴുവൻ വാഹനങ്ങളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ചുമ്മാ കിളിയുടെ സൗണ്ട് ഒന്നും ഇവിടെ ഇല്ല. കിളിയുടെ കരച്ചിലുണ്ട്, 2 കിളി കരഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കിളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ കിളി പറക്കാത്ത പോലെ നല്ല സുന്ദരിയായ അറബിക് എന്താണ്, അപ്പൊ എന്റെ തലേന്ന് പറന്നു പോകുന്ന കിളികളെ ഒന്നും കാണുന്നില്ല ഹാഷ്മി. കൊച്ചിക്കായൽ അങ്ങനെ മനോഹരിയായി, അതിമനോഹരിയായ കൊച്ചിക്കായൽ അങ്ങനെ കിടക്കുന്നു. എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്തൊരു മനോഹരിയാണ് ഈ കൊച്ചിക്കായൽ. നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ആനയെയും മോഹൻലാലിനെയും K മുരളീധരനെയുമാണ് കേരളത്തിന് കണ്ടാൽ മടുക്കാത്തെന്ന് പറയുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ കൊച്ചിക്കായലും ഉൾപ്പെടുത്താം. ഇതിന്റെ ഓരത്ത് വന്ന് എത്ര നോക്കിയാലും മടുക്കാത്ത കൊച്ചിക്കായൽ അങ്ങനെ ഒഴുകുന്നു. ഇവിടെ ആളുകൾ ശാന്തരും സമാധാനപ്രിയമായ ആളുകൾ നടക്കാൻ വരുന്നു, ജിമ്മിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ദിവസം, ഒരു പുതിയ പ്രത്യാശയുടെ ദിവസം പൊട്ടിവിടുകയാണ്. പക്ഷേ കുറച്ചധികം ആളുകൾക്ക് അത്രയും പ്രത്യാശാഭരിതമല്ലാത്ത ചില ദിവസങ്ങൾ കൂടി കടന്നു പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല പാവങ്ങളാണ്. അവർക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ സഹായം പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് അവിടെ LDF-ന്റെയും UDF-ന്റെയും ഹർത്താലാണ്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഒരു വെരി വെരി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അവസ്ഥയാണോ അവിടെ എന്നറിയില്ല. ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നത് ഇതൊന്നുമല്ല, ഈ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനാവില്ല, സഹായം പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ എന്തിനായിരുന്നു ഇതൊക്കെ, ആ വരവുമൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഹർത്താൽ തുടങ്ങി, ഏത് രീതിയിലാണ് ഹർത്താലിനോടുള്ള പ്രതികരണം? രാവിലെ 6 മണി മുതൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, UDF-ന്റെ നേതൃത്വത്തിൽ ലക്കിടി കവാടത്തിൽ വാഹനങ്ങൾ തടയുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ലക്കിടിയിലേക്കുള്ള പാതയിലാണ്, ഞാനുള്ളത് കൽപ്പറ്റയിലാണ്. എന്തായാലും ഹർത്താലുമായി ബന്ധപ്പെട്ട് അത് ശക്തമായ രീതിയിൽ തന്നെ ഒരു പ്രതികരണം എന്നുള്ള തലത്തിൽ തന്നെ ഹർത്താലിനെ കാണണമെന്നുള്ള ആവശ്യമാണ് LDF-ഉം UDF-ഉം ഒരുപോലെ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന കൽപ്പറ്റയിലെല്ലാം തന്നെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുണ്ട്. ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസ് UDYF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ LDF-ന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടന്നു. അതോടൊപ്പം BJP-യും ഇന്നലെ ഇവിടെ പ്രകടനം നടത്തിയിരുന്നു. ആ പ്രകടനത്തിൽ അവർ പറയുന്നത് ജനവിരുദ്ധ ഹർത്താലാണ് ഇത് എന്നുള്ള ഒരു സമീപനമാണ് BJP-യുടെ ഭാഗത്തു നിന്നുള്ളത്. പ്രധാനമന്ത്രി ദുരന്തത്തിന്റെ ശേഷം 10-ാം നാൾ ഇവിടേക്ക് എത്തി നേരെ ചൂരൽമല കണ്ടു, ആകാശത്തിലൂടെ കണ്ടു. അതിനുശേഷം അവിടെ ദുരന്തബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ചു. വീണ്ടും ഇവിടേക്ക്, അതായത് ഈ ആസാദ് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം എത്തി. അവിടെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ, പരിക്കേറ്റ ആളുകൾ, അവന്തികമോൾ, നൈസമോൾ, അനിൽകുമാർ, അരുൺ, അങ്ങനെ അവിടെ അന്ന് ഗുരുതരമായി പരിക്കേറ്റ് കടന്നു വരുന്നവരെല്ലാം എത്തി ആശ്വസിപ്പിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലുള്ള ധനസഹായം ലഭ്യമാക്കിയില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF-ഉം ഉന്നയിക്കുന്നത്. 1 രൂപ പോലും പ്രത്യേകമായി വയനാടിന് വേണ്ടി പ്രത്യേകമായി അനുവദിച്ചിട്ടില്ല. SDRF തുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മൊത്തം ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ള തുകയാണ്. അത് വയനാടിൻ്റെ കാര്യത്തിന് മാത്രമായിട്ടുള്ള തുകയല്ല. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നലെ CMDRF-മായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളുണ്ടായിരുന്നു. 1 രൂപ പോലും CMDRF-ൽ നിന്ന് ചെലവാക്കിയില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരെ നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ CMDRF-നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നാണ് ഇതിലുള്ള പല തുകയുടെ വിഹിതവും, അതായത് ധനസഹായം കൊടുത്തതിൽ മാത്രമല്ല ഈ വീടിൻ്റെ വാടക കൊടുക്കുന്നതിൽ, ഇതിലെല്ലാം തന്നെ CMDRF-ന്റെ കൂടി പങ്കാളിത്തമുണ്ട് എന്നുള്ളത് മന്ത്രി K. രാജൻ ഇന്നലെ തന്നെ നമ്മൾ
ബന്ധപ്പെട്ടപ്പോൾ പറയുകയുണ്ടായി. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സഹായം, അതായത് മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പരിഗണന നൽകുമ്പോൾ എന്തുകൊണ്ട് വയനാടിനെ അവഗണിക്കുന്നു? ഇത്രയധികം മരണസംഖ്യ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം, സ്വാഭാവികമായും അതിനൊരു കരുതൽ എന്നുള്ള നിലയിൽ ഒരു അർഹമായ സഹായം നൽകേണ്ടിയിരിക്കുന്നു. അത് നൽകിയില്ല എന്നുള്ള ആക്ഷേപമാണ് ഇടത് വലത് മുന്നണികൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹർത്താൽ നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് കടകമ്പോളങ്ങൾ അടയ്ക്കണം, വാഹനങ്ങൾ നിരത്തിൽ ഇറക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഒരുപോലെ LDFും UDFും നൽകിയിട്ടുണ്ട്. അവശ്യ സർവീസുകളെ പൂർണ്ണമായും ഇതിൽ നിന്ന് ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് മേഖലയെല്ലാം തന്നെ സ്തംഭിക്കണം എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ കിട്ടുന്ന വിധത്തിലേക്ക് ഈ പ്രതിഷേധം മാറണം എന്നുള്ള ഒരു നിലപാടാണ് LDFിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും ഉള്ളത്. നമ്മൾ ലക്കിടിയിലേക്കുള്ള പാതയിലാണ്. ലക്കിടിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾ തടയും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്തർജില്ലാ യാത്രികരെ എല്ലാം തന്നെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊരു ജനകീയ പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇത് മാറണം എന്നുള്ള ആവശ്യമാണ് LDFും UDFും ഒരുപോലെ പങ്കുവെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില സംഘടനകളുണ്ട്. അതായത് 2 ആക്ഷൻ കമ്മിറ്റികൾ നിലവിലുണ്ട് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ. അതിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ഈ ഹർത്താലിനോട് സഹകരിക്കുന്നില്ല. ജനശബ്ദം എന്നു പേരുള്ള ആക്ഷൻ കമ്മിറ്റിയാണ് സഹകരിക്കാത്തത്. മറ്റൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, അത് ദുരന്തബാധിതർ ആയിട്ടുള്ള ആളുകൾ അംഗങ്ങളായിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയാണ്. അവർ പൂർണ്ണമായി ഹർത്താലിന് പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന ഹാഷ്മി. ഓക്കെ. അപ്പോൾ എന്തായാലും അതൊരു ജനകീയ പ്രതിഷേധം ഉയരണമെന്നുള്ളതാണ് വയനാടിന്റെ ആവശ്യം. എന്ന് പറഞ്ഞാൽ ഇത്രയും നാളെ 114 ദിവസം എന്തോയി 400-ലധികം പേർ മരിച്ച ഒരു ദുരന്തമാണ്. ആ ദുരന്തം 114 അതിന് മുകളിലേക്ക് ഉയരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സഹായം വേണമെന്നുള്ളത് ശരിയായ ആവശ്യമാണ്. അപ്പോൾ ആ പ്രതിഷേധം, ആ ഹർത്താൽ ഒരു പക്ഷേ ഒരു ശരിയായ കോസിന് വേണ്ടിയുള്ള ഹർത്താലാണ് എന്ന് പറയേണ്ടി വരും. ചില ഹർത്താലിനെതിരാണ് നമ്മുടെ ഒരു നിലപാടെങ്കിൽ കൂടിയും ചില ഹർത്താലുകൾ ചില നല്ല കോസിനുള്ള ഹർത്താലാണ് എന്ന് ഉറപ്പായും പറയാം. പിന്നെ പക്ഷേ നമ്മൾ നിൽക്കുന്നത് ഇവിടെ മറൈൻ ഡ്രൈവിലുള്ള ഒരു ചെറിയ ഇവിടുത്തെ ഓപ്പൺ ജിമ്മിലാണ്. ഇവിടെ ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഹാഷ്മി ഇവിടെ എന്തൊക്കെയോ ജിമ്മിൽ വ്യായാമം ചെയ്യുന്നു. ഞാനിവിടെ ഹാഷ്മി നന്നായി വ്യായാമം ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതെ, നോക്കൂലി ഞാൻ ചോദിക്കുന്നത് കഴിയുമ്പോ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അവിടെ കട്ട ജിമ്മമാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്ക് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോയി തൽക്കാലം സംസാരിക്കില്ലെന്നാ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറ്റിയ പണിയില്ല, മതി, നമുക്ക് പറ്റിയ പണിയില്ല, വാ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഓരോരോ വാർത്തകളും വിശേഷങ്ങളുമായി വാർത്താ മോർണിംഗ് വാക്ക് നമ്മൾ തുടരുകയാണ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇന്ത്യ പാക് സമുദ്രാതിർത്തിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ നാടകീയ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താ നാടകീയ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിർത്തി ലംഘിച്ചെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ പിടികൂടിയ 7 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് മോചിപ്പിച്ചു. അതാണ് നാടകീയമായാണ് മോചനം നടന്നത്. മത്സ്യത്തൊഴിലാളികളെ പിടികൂടി പോവുകയായിരുന്ന പാക് മാരിടൈം സെക്യൂരിറ്റി ഷിപ്പ് നുസ്രത്തിനെ കോസ്റ്റ് ഗാർഡ് വളയുകയായിരുന്നു. പിന്നീട് നിർബന്ധപൂർവ്വമാണ് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചത്. സംഘർഷത്തിനിടെ മത്സ്യബന്ധന ബോട്ടായ കാലഭൈരവ കടലിൽ മുങ്ങി. മത്സ്യത്തൊഴിലാളികൾ ആരോഗ്യവാന്മാരാണെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മത്സ്യബന്ധന ബോട്ടിന്റെ പേര് കൊള്ളാം, കാലഭൈരവ എന്നാണ് മത്സ്യബന്ധന ബോട്ടിന്റെ പേര്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഭാഗ്യം നമ്മുടെ രാജ്യത്തിന്റെ വളരെ എഫക്റ്റീവായ ഇടപെടലിൽ പാകിസ്ഥാൻ പിടികൂടി 7 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ നമ്മുടെ കോസ്റ്റ് ഗാർഡ് മോചിപ്പിക്കുകയും ചെയ്തു. സംഘർഷം രൂക്ഷമായതോടെ കുക്കി സംഘടനകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് മണിപ്പൂർ സർക്കാർ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി N ബിരേൻ സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കുക്കികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്നതാണ് ആവശ്യം. അതെ, വിനീത വിജി ഇന്നലെ മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇംഫാലിൽ നിന്ന് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ മണിപ്പൂരിൽ ഇപ്പോൾ കുക്കികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ഒരു ആവശ്യമാണല്ലോ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ പരിഗണിക്കപ്പെടും? മണിപ്പൂർ ചെന്നതിന് ശേഷം വിനീത കണ്ട കാഴ്ചകൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹാഷ്മി. സൂചിപ്പിച്ചതുപോലെ ഇംഫാലിലാണ് ഞാൻ ഉള്ളത്. ഇവിടെയൊക്കെ വലിയ രീതിയിൽ ഇന്നലെ തന്നെ സുരക്ഷാ പരിശോധനകൾ, ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള കർശന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്നും ഇംഫാൽ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ ഇന്നും കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇംഫാലിലാണ് മുഖ്യമന്ത്രിയുടെ വസതിയും ഓഫീസും ഒക്കെ ഉള്ളത്. ഈ ഭരണ കേന്ദ്രമൊക്കെ ഇംഫാൽ കേന്ദ്രീകരിച്ചാണുള്ളത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഈ വിളിച്ചു ചേർത്ത യോഗം പുരോഗമിക്കുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ആ യോഗത്തിലെ ചില വിശദാംശങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ NDA MLA-മാർ ഉൾപ്പെടെ അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ 8 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവർ പാസ്സാക്കിയിട്ടുണ്ട്. ഈ കുക്കികളെ, ഈ അക്രമങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കുക്കികളെ ഒരു വിരുദ്ധ സംഘടനയായി, ഭീകരവിരുദ്ധ സംഘടനയായി കുക്കികളെ പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം. ഒപ്പം തന്നെ ഈ കേന്ദ്രത്തോട് ഈ ആവശ്യം ഈ MLA-മാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉന്നയിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കുക്കികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് മുഖ്യമന്ത്രി N. ബിരേൻ സിംഗും യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 7 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാകണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അല്ലാത്ത പക്ഷം ജനങ്ങളുമായി ആലോചിച്ചുകൊണ്ട് മറ്റ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഈ യോഗത്തിൽ ആവശ്യം MLA-മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമയപരിധിക്കുള്ളിൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ എന്താണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജിരിബാമിലെ 6 പേരുടെ കൊലപാതക കേസും വിഷ്ണുപൂരിലെ കർഷകയെ കൊലപ്പെടുത്തിയ കേസും NIA-ക്ക് കൈമാറണമെന്നൊരു ആവശ്യവും ഇന്നലെ ഈ യോഗത്തിൽ MLA-മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ സമാധാനവും പുനഃസ്ഥാപിക്കുക, സാധാരണ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുവരിക, ഇതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെ വീടുകൾ ആക്രമിച്ച സംഭവത്തെയും ഈ NDA യോഗം അപലപിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഇന്നും സമാനമായിട്ടുള്ള മീറ്റിംഗുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കേന്ദ്രസേനയടക്കം വിവിധ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ 50 കമ്പനി കേന്ദ്രസേനയെയും CRPF ഒക്കെ ഇവിടേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സുരക്ഷാ സേനയുടെ ഒക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും മണിപ്പൂരിൽ തുടരുകയാണ്. ഓരോ മണിക്കൂറിലും സ്ഥിതിഗതികൾ അവർ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ആളുകൾക്ക് പുറത്തേക്ക് മറ്റും ഇറങ്ങാനുള്ള ഒരു സൗകര്യമുള്ളത്. മറ്റിടങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ ഓരോ അതിർത്തിയിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ അവർ പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലാ മേഖലകളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ഹാഷ്മി. ഓക്കെ, വിനിത വിജി ആണ് വിവരങ്ങൾ നൽകിയത്. കുക്കികളെ ഭീകര സംഘടനകളെ പ്രഖ്യാപിക്കണമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ആവശ്യം. ഈ മണിപ്പൂരിൽ സംഘർഷം തുടങ്ങുമ്പോൾ തന്നെ ബിരേൻ സിംഗ് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നു എന്നൊക്കെ രാഷ്ട്രീയ ആരോപണം ഉയർന്നതാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടുതൽ ശക്തിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന 2 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുന്നത് മണിപ്പൂരിൽ സംഘർഷം അവസാനിപ്പിക്കാനാണോ അതോ അത് വീണ്ടും ആളിക്കത്തിക്കാനാണോ സഹായകരമാവുക എന്നൊക്കെ ബിരേൻ സിംഗും സംഘവും തീരുമാനിക്കട്ടെ. കൃഷ്ണ അല്ലേ? എന്തായാലും എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയരുത് അവസ്ഥയിലാണ്. കാരണം നമ്മുടെ പ്രേക്ഷകർ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട്, നമ്മളോട് കമന്റ്സ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അഷ്റഫ് പി, സജിദ CP, റോഷ്നി GT, ഹാഷ്മിയുടെ ഷർട്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ലില്ലി ചോലിയിൽ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് വോക്കേഴ്സ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. അൻസിയ സന്തോഷ് മൈസൂരിൽ നിന്ന് സുപ്രഭാതം. അപ്പോൾ മൈസൂരിലേക്ക് ഒരു സുപ്രഭാതം ഇവിടെ നിന്നും. ആരാധ്യാദേവൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഷാജി കുണ്ടറ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നുണ്ട് പല സൺഡേയിലും പോകുന്ന സ്ഥലമാണ്, പക്ഷേ ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അൻസിഫ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അൻശ്രീ പറയുന്നുണ്ട്. പിന്നെ പല ഐഡികളിൽ നിന്ന് നമ്മുടെ സുലൈമാന്, ഷമീർ സുലൈമാന്, സീന മുഹമ്മദ് ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ കലാശക്കൂട്ടും കഴിഞ്ഞ് രാവിലെ എത്തിയ ഹാഷ്മി വെറും ആത്മാർത്ഥ. അതെ. അപ്പോ ഇങ്ങനെ സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് ഞങ്ങൾ നടത്തത്തിനിടയിലാണ് ഇന്ന് ഷോ കാണുന്നത്, നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. വെരി ഗുഡ്. അവിടുന്ന് ഒരു വെള്ളം ഇങ്ങനെ മന്ദം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ കൊച്ചി കായൽ പരപ്പിനെ കീറി മുറിച്ചോണ്ട്. ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. എവിടെ പോയി മീൻ കിട്ടിയോ? എന്ത് മീനാ കിട്ടിയേ? കരിമീൻ കിട്ടിയോ? എത്ര കരിമീൻ? 2 കിലോ കിട്ടി. ഓക്കെ, പൊളിച്ച് ഗംഭീരം. അപ്പോൾ അവർ കരിമീൻ പിടിക്കാൻ പോയത് 2 കിലോ, രാവിലെ 2 കിലോ കരിമീൻ കിട്ടിയെന്ന് പറഞ്ഞു. സാധാരണ അത്ര കരിമീനൊന്നും കിട്ടാറില്ലെന്നാണ് സാധാരണക്കാർ പറയുന്നത്. അപ്പോൾ അവർ മിടുക്കന്മാരാ, നല്ല പണിക്കാരാ, ഗംഭീര പണിക്കാരാ. അപ്പോൾ അവിടെ അപ്പം നമ്മളിങ്ങനെ കൊച്ചി കായലിൽ തിരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ മന്ദമാരുതം ഇങ്ങനെ വീശുന്നുണ്ട്, ഒരു ചെറിയ തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട്. രാവിലെ നടക്കാൻ വരുന്നവർ ഇവിടെ തണുത്ത കാറ്റ് ഏറ്റിരിക്കുക എന്നുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ കൂടിയും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ നല്ല രസമായ ഒരു ഫീൽ ഉണ്ട് അല്ലേ? വൈബ് പോസിറ്റീവ് വൈബാ. ഗംഭീരം. നാട്ടുകാരെ എല്ലാവരും ഇതുപോലെ നടക്കാൻ ഇറങ്ങണം. ഇങ്ങനെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം. നടക്കുക, അല്ലാതെ ഇവിടെ വന്നിരുന്ന് കാറ്റുകൊണ്ടിരുന്ന് നടക്കൂ. കാറ്റുകൊണ്ടിരിക്കാനല്ല, പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നടക്കാൻ, ബ്രിസ്ക് വാക്കിംഗ്. ഓക്കെ, നമുക്ക് കിളിയെ കണ്ടില്ലെന്നല്ലോ, കാക്കയെ കണ്ട് കിളി എന്ന് പറയാണ് കൃഷ്ണ ചെറിയാൻ. അപ്പോൾ എന്തായാലും നമുക്ക് തിരികെ എത്തും പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു കൊച്ചി, വെൽക്കം ബാക്ക് ടു APJ അബ്ദുൽ കലാം വാക്ക് വേ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇവിടെ ഈ വാക്ക്വേയുടെ അറ്റത്ത് ഒരു ചെറിയ കയറ്റവും ഒരു ചെറിയ പാലവും വാട്ടർ മെട്രോകളുടെ എൻട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ നൈസായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് നടന്ന് കയറുകയാണ്.
ചെറിയ കയറ്റമൊക്കെ കയറും നല്ലതെന്ന് പറയുന്നുണ്ട് രാവിലെ നടക്കുമ്പോൾ അല്ലേ? അതെ അതെ നല്ല അതൊരു വ്യായാമത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താണ് ഒന്നുമില്ല, ആരാണ്ടൊക്കെ കുട്ടികളാണ്. അവിടെ നന്ദു ലവ് സുമി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുൽ എന്നൊക്കെ എന്തൊക്കെ ഐ ലവ് യു. രാവിലെ ആരോ ഐ ലവ് യു പറഞ്ഞിരിക്കുന്നു. അതെ അതെ. അപ്പോൾ നമ്മൾ വീണ്ടും ആലപ്പുഴയിലേക്ക് ഒന്ന് പോകുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആലപ്പുഴയിലെ കുറുവ മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഏക പ്രതി സന്തോഷ് സെൽവത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. മണ്ണഞ്ചേരിയിലെ മോഷണത്തിൽ സന്തോഷിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടാളിയെയും പുന്നപ്രയിൽ മോഷണം നടത്തിയ പ്രതികളെയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ ഇതുവരെ പോലീസ് വിട്ടയച്ചിട്ടില്ല. വിവരങ്ങളുമായി മനീഷ് മഹിപാലാണ് ചേരുന്നത്. മനീഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആലപ്പുഴക്കാർക്ക് സമാധാനമായി ഉറങ്ങാനുള്ള ഒരു സാഹചര്യമായിട്ടുണ്ടോ ഈ ഒരു കസ്റ്റഡി അപേക്ഷ എന്നുണ്ട്? അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? കുറുവ സ്വപ്നത്തിന്റെ പേടി സ്വപ്നമായി മനീഷ് മഹിപാൽ സംഘം മാറിയെന്നാണ് കേൾവി. മനീഷ്. ഹാഷ്മി, എന്താണെങ്കിലും ഈ ജനങ്ങളുടെ ഭീതി മുഴുവനായി മാറിയിട്ടില്ല. ഒരു സന്തോഷ് സെൽവത്തെ പിടിച്ചുകൊണ്ടതും കുറുവാ സംഘം ഇവിടെ പിന്നീട് മോഷണ ശ്രമങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് പല സ്ഥലം ജില്ലയിൽ. അതുകൊണ്ട് ഈ സന്തോഷ് സെൽവത്തെ കസ്റ്റഡിയിലെടുത്ത് അയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും അയാളുടെ പക്കൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ ഈ പ്രതികളിലേക്ക് വേഗം എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത്. 7 അംഗ സ്പെഷ്യൽ സ്ക്വാഡാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് കോടതി തലങ്ങളിൽ സ്വാഭാവികമായി പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ അപേക്ഷയിൽ കസ്റ്റഡിയിൽ വിട്ടു നൽകേണ്ടതാണ്. ആ രീതിയിലുള്ള സ്വാഭാവികമായിട്ടും അങ്ങനെ വിട്ടു നൽകേണ്ടതാണ്. ഇനി മണികണ്ഠൻ എന്ന് പറയുന്ന ഇപ്പോൾ നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള പ്രതി, ആ പ്രതി ശരിക്കും കുറുവ സംഘത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഈ സീസണിൽ അയാൾ എവിടെയും ഈ ഇത്തരത്തിൽ മോഷണം നടത്തിയതിനായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇയാൾ വഴിയും മറ്റു പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത്. ഇന്നലെ വടക്കൻ പറവൂരിലെ പോലീസും പുന്നപ്ര പോലീസും വന്ന് മണികണ്ഠനെ ചോദ്യം ചെയ്തിരുന്നു. ഇയാൾക്ക് അവിടെയും പങ്കില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷെ ജില്ലയിൽ വന്നിട്ടുള്ള ഈ 14 പേരാണ് ജില്ലയിലും സംസ്ഥാനത്ത് ആകെ കുറുവ സംഘത്തിൽ ഈ സീസണിൽ വന്നിട്ടുള്ളതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിലധികം പേരും ഭൂരിഭാഗം പേരും തിരിച്ച് മടങ്ങി തമിഴ്നാട്ടിലേക്ക് പോയി. അതായത് ഇവിടെ പോലീസ് സംഘം ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാടടച്ചുള്ള ഒരു തെരച്ചിൽ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ സംഘത്തിലെ അധികം പേരും തിരിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണം തമിഴ്നാട് കേന്ദ്രീകരിച്ചും തമിഴ്നാട് പോലീസിന്റെ സഹായവും വേണം. അതുകൊണ്ട് തന്നെ പോലീസ് തിരക്കിട്ട ഒരു നീക്കം നടത്തുന്നത് CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് ഇവരെ പിടികൂടായിരുന്നു. നേരത്തെ സന്തോഷ് സെൽവത്തെ പിടികൂടിയത് ഇയാളുടെ ഇടനെഞ്ചിലുണ്ടായിരുന്ന ഭാര്യ ജ്യോതിയുടെ പച്ച കുത്തിയ ഭാഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു. അതുപോലുള്ള എന്തെങ്കിലും മാർക്കുകളും ഈ ഇവരുടെ ശരീരഭാഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ആയിരിക്കും അന്വേഷണം നടത്തുക. കാരണം തമിഴ്നാട് പോലീസിൽ നിരവധി കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അറിയിച്ചാൽ ചിലപ്പോൾ ഈ പ്രതികളിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഇന്ന് പോലീസ് സംഘത്തിന് നിർണായക ദിവസമാണ്. ഈ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വളരെ വേഗത്തിൽ മറ്റു പ്രതികളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഹാഷ്മി, ക്രിസ്റ്റീന. കുറുവാ സംഘം ഭീതി പൂർണ്ണമായി മാറ്റിയിട്ടില്ല അവിടെ. അതെ, അവിടെ ദാസനും വിജയനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം ഒരല്പം ഭീതി കുറഞ്ഞിട്ടുണ്ട്. ദാസനും വിജയനും എന്ന് പറഞ്ഞാൽ മനീഷും സുഹൈലും. എന്തായാലും മനീഷിന്റെ നേതൃത്വത്തിൽ കുറുവാ സംഘത്തെ വട്ടം കറക്കാന്ന് പറയുന്നത്. കുറുവാ സംഘം മനീഷിനെ പേടിച്ച് പുറത്തോട്ടിറങ്ങുന്നില്ലെന്നാണ് പറയുന്നത്. മനീഷും സുഹൈലൊക്കെ കയ്യിലെടുത്ത് രാക്കാലങ്ങൾ കറങ്ങിടക്കാൻ പറയുന്നത്. അപ്പൊ കാരണം അപ്പൊ പുതിയ ഏതോ സംഘം ഇറങ്ങിയോന്നാണ് അവരുടെ ഒരു ചിന്ത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞാണ്, എത്ര കണ്ടാലും എടുക്കാത്ത കൊച്ചിയുടെ കായലോരത്താണ്, മനോഹര കായലോരത്ത്. അവിടെ ഒരു വലിയ അത് ബോട്ട് തന്നെയാണല്ലോ, തോന്നുന്നില്ല ബോട്ടല്ലേ? അതാ അവിടെ ഒരു വലിയ ബോട്ട് കാണാം. മറ്റൊരു ബാർജ് ഇങ്ങനെ മന്ദം മുന്നോട്ടൊക്കെ നീങ്ങുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന അത്ര സ്പീഡ് കുറവല്ല, അതിന് കുറച്ചുകൂടെ സ്പീഡ് ആ ബാർജിനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അത്ര സ്പീഡില്ലാന്ന് തോന്നുന്നുണ്ട്. ഓളപ്പരപ്പിന് മുകളിൽ പാറിക്കളിക്കുന്ന പോള എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇതൊക്കെ വാരിക്കളേണ്ട സാധനമാണ്. ഒരു അല്ലേ, അല്ല ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദൃശ്യഭംഗി ഉണ്ടെങ്കിൽ ഇത് പച്ചപ്പം തോന്നിയാലും അത്ര നല്ലതല്ല, പോള അത്ര നല്ലതല്ല എന്നാ പറയുന്നത്. ഹാഷ്മി, ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോ ഈ ബോണി മുട്ടട വിഷിംഗ് യു ബോത്ത് എ ബ്യൂട്ടിഫുൾ ഗുഡ് മോർണിംഗ് ഫ്രം ഓക്ലഹോമ USA. നാക്കുളുക്കുന്ന രാവിലെ ഓക്ലഹോമ എന്നൊക്കെ പറഞ്ഞിട്ട് മിനി ബാബു മിനിച്ചേച്ചിയൊക്കെ ഇപ്പോൾ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് വന്ന് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. മലബാർ വാലി 24 ന്യൂസ് ഒരു മാരത്തോൺ മത്സരം സംഘടിപ്പിക്കണമെന്ന് പറയുന്നു. ആഷാവി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്നാണ് ഒരു ഹായ് പറയാൻ 2 ഹായ് പറഞ്ഞിരിക്കും. പിന്നെ ജോസ്വിൻ ജോസഫ്, ഹാഷ്മി ബ്രോ ഇന്നലത്തെ കലാശക്കൊട്ട് കഴിഞ്ഞ് മടുത്തില്ലേ? എവിടെ മടുക്കാൻ, മടുക്കില്ല. റീന സതീശൻ രാവിലെയുള്ള നടത്തം അതും 4:30 എഴുന്നേറ്റ് ചെറുതായൊന്ന് ഫ്രഷ് ആയിട്ട് 4:45 5 മണിയാകുമ്പോൾ നടന്ന് 6:10 വീട്ടിലെത്താൻ അടുക്കളയിൽ കയറാൻ ഒരു പ്രത്യേക ഊർജ്ജമാണ്. വെരി നൈസ്. മുഹമ്മദ് പറയുന്നുണ്ട്, പെരിയാട്ടയിൽ എവിടെയും ഭീതിയില്ല, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അടപ്പ് കൂട്ടി സ്ഥലം വിടാമെന്ന്. മുഹമ്മദ് ആരോടാ പറയുന്നത്?
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് കലാശക്കൊട്ടിനെ പറ്റി പറഞ്ഞു. കലാശക്കൊട്ട് എന്ന് പറയുമ്പോഴേക്കും ഈ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയും, നമ്മളെ വലിയ ശബ്ദമാണ്, വൻ സൗണ്ടാണ്, ഒരു നിവർത്തി ഉണ്ടാവില്ല, ചുറ്റും എന്താണ് വലിയ ഇരമ്പമായിരിക്കും. സ്റ്റുഡിയോയിൽ ഇപ്പോൾ SKനും S വിജയകുമാറും ചോദിക്കും, നമുക്ക് കേൾക്കാനേ പറ്റത്തില്ല. പിന്നെ ഏതാണ്ട് രൂപം വെച്ചിട്ട് ഹാഷ്മി എന്ന് കേൾക്കുമ്പോഴത്തെ എന്തോ ഊഹം വെച്ചിട്ട് അങ്ങ് തുടങ്ങുന്നതാണ്. തുടങ്ങി നമ്മൾ പറയും നമുക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആരവമാണ് കലാശക്കൊട്ടുകൾക്ക് പൊതുവെ. അപ്പോൾ അങ്ങനെ കലാശക്കൊട്ട് റിപ്പോർട്ടിംഗ് ഒരു വ്യത്യസ്തമായ റിപ്പോർട്ടിംഗ് ആണ്. കലാശക്കൊട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ റിപ്പോർട്ടിംഗ് പോലെയല്ല. അത് നിറയെ ജനസമൂഹത്തിനിടയിൽ വലിയ ആൾത്തിരക്കിനിടയിൽ നമ്മുടെ ഈ ഗ്രൂപ്പില് നമ്മളോട് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഗ്രൂപ്പിൽ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് സ്പെല്ലിംഗ് പോലും ഭയങ്കരമായി വെച്ച് നമ്മുടെ സനൂപും അർജന്റ് ബ്രേക്ക്. വളരെ പെട്ടെന്ന് അർജന്റ് ബ്രേക്ക്.